കൂടി പുളിയാണ് കേട്ടോ വയ്ക്കാൻ പോണത്. എണ്ണ ചൂടായതിന് കടുകിട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഉള്ളിയാണ് ഇട്ട് കൊടുക്കുക. നമുക്കിനി പുളി പിഴിയണം. പുളിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഇടാം. ഇതായിരുന്നു നമുക്കിനി പുളി ഒഴിച്ച് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം, ഇത് ചെറിയ സ്പൂണാണ്. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം, ഒരു 2.5 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ പുളി ഉണ്ടാവും, അതാണ് തോനപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ 2.5 സ്പൂൺ ഇടണമെന്ന് പറഞ്ഞത്. ഇത് നല്ലതുപോലെ തിളക്കട്ടെ. ഇതിപ്പോൾ ആയതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പുളി നല്ലോണം തിളച്ചിട്ടില്ലെങ്കിൽ പുളിയുടെ ചുവ വരുള്ളൂ. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളക്കട്ടെ. അത് തിളച്ചെണ്ണു നമ്മുടെ പുളിയായി. പുളിയായെണ്ണു നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.